ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയുള്ള ഒരു ഷവർമ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കാബേജിൻ്റെ പകുതിയാണ്. അതും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ കാബേജൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ എല്ലില്ലാത്ത ബ്രസ്റ്റ് പീസ് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ചിക്കനിലേക്കൊക്കെ ഈ മസാല പിടിക്കുന്ന വിധം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമ്മുടെ ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മാറ്റി വെച്ച ചിക്കൻ പീസസ് ഓരോന്നായി നിരത്തിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മുട്ടയുടെ വെള്ള ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് തിക്കായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ കാബേജ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ക്യാരറ്റും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കനാണ്. അതും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ്. അതും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കുരുമുളക് പൊടി എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മയോണൈസ് ഇതുപോലെ ഒരു 3 ടീസ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ കെച്ചപ്പ് കൂടിയാണ്. ഞാനിവിടെ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ഷീറ്റ് വെച്ച് ഇതുപോലെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നമ്മുടെ ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലായിടത്തേക്കും കവറാവുന്ന രീതിയിൽ വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് എണ്ണ കയറും. അപ്പോൾ നമ്മുടെ ഈ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ മൈദയിൽ കുറച്ച് ചൂടുവെള്ളമാക്കി ഒരു പശ രൂപത്തിലാക്കി ഇതുപോലെ ഒന്ന് ഈ ബാക്കി വരുന്ന ഭാഗത്ത് തേച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് റോളൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാ സ്പ്രിംഗ് റോളും ഇതുപോലെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ളതും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും ഇതുപോലെ 2 മിനിറ്റ് കുക്കായി കിട്ടുമ്പോൾ നമുക്കിതൊന്ന് ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.